ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 1 നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. സോ നമ്മൾ ഇതോടുകൂടി നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ ചാപ്റ്റർ ബിസിനസ് സ്റ്റഡീസിന്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മാനേജ്മെന്റിനെ പറ്റി മൊത്തം പഠിക്കാൻ പോവുകയാണ്. ഭയങ്കര ഈസി ചാപ്റ്റർ ആണ്. ബിസിനസ് സ്റ്റഡീസിലെ എല്ലാ ചാപ്റ്ററും പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. ഭയങ്കര ലൈക്ക് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രം മതി. അതും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞ പോലെ മാനേജ്മെന്റിനെ പറ്റിയാണ് മൊത്തം പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് മാനേജ്മെന്റ്, ഇതിൽ എന്താണ് മാനേജ്മെന്റ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, പിന്നെ മാനേജ്മെന്റിന്റെ നേച്ചർ എന്താണ്, മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, ആസ് എ സയൻസ്, അങ്ങനെ പറഞ്ഞ് കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് കോർഡിനേഷൻ പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. ഇതെല്ലാം നമുക്ക് പയ്യെ പഠിക്കാം. ഭയങ്കര ഈസി ചാപ്റ്റർ ആണ്. അപ്പൊ ഫസ്റ്റ് എന്താണ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് ഓഫ് അച്ചീവിംഗ് ഗോൾസ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ, ഒരു ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാ? എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുണ്ടാവും. ഇപ്പൊ വേണമെങ്കിൽ കാശ് ഉണ്ടാക്കാം. ഇപ്പൊ എക്കണോമിക് മോട്ടീവ് ആയിരിക്കും, പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മോട്ടീവ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയുള്ള ഓർഗനൈസേഷൻ ഉണ്ട്. ഇനി പ്രോഫിറ്റ് മാത്രം എടുക്കാൻ വേണ്ടി കുറെ ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ പല ഓർഗനൈസേഷനും ഓരോരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഈ മാനേജ്മെന്റ് പ്രോസസ് എന്ന് വെച്ചാൽ മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് ഓഫ് അച്ചീവിംഗ് ഗോൾസ്. ഇവരുടെ ഈ ഗോൾസ് അല്ലെങ്കിൽ ഇവരുടെ ഒബ്ജക്റ്റീവ്സ് എഫക്റ്റീവ്ലി ആൻഡ് എഫക്റ്റീവ്ലി അല്ലെങ്കിൽ എഫിഷ്യന്റ്ലി അച്ചീവ് ചെയ്യലാണ് എന്ത്? മാനേജ്മെന്റ്. ഇനി എന്താണ് എഫക്റ്റീവ്ലി, എന്താണ് എഫിഷ്യൻസി? ഇനി എഫക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നോട് പറയാണ് നാളെ ഒരു 5 o'clock ആവുമ്പോഴേക്കും വീഡിയോ സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് പറയാണ്. പക്ഷെ ഞാൻ അതൊരു നാളെ രാത്രി ഒരു 10 o'clock ആവുമ്പോഴാണ് സബ്മിറ്റ് ചെയ്യണുള്ളൂ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യണുള്ളൂ. ആ ഒരു കേസിൽ ഞാൻ എഫക്റ്റീവ് അല്ല. പക്ഷേ ഞാൻ കറക്റ്റ് 5 o'clock അപ്ലോഡ് ചെയ്യണം. ഇപ്പൊ എന്നോട് പറഞ്ഞത് 5 o'clock ചെയ്യണം എന്നാണ്. അപ്പൊ ഞാൻ 5 o'clock കറക്റ്റ് ഷാർപ്പ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ 5 o'clock മുമ്പേ ചെയ്യണമെങ്കിൽ ഞാൻ എഫക്റ്റീവ് ആണ്. മനസ്സിലായോ? അപ്പൊ 5 o'clock കഴിഞ്ഞിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എഫക്റ്റീവ് അല്ല. അതുപോലെ ടൈം ബേസ്ഡ് ആണ് എഫക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ എന്നോടൊരു കാര്യം ഉണ്ടാക്കാൻ പറയാണ്, ഇപ്പൊ എന്നോടൊരു വീഡിയോ ഉണ്ടാക്കാൻ പറയാണ്. ആ വീഡിയോയുടെ ബഡ്ജറ്റ് മാക്സിമം 1000 ആയിരിക്കണം. പക്ഷെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ആ വീഡിയോയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 1500 ആയി മാറി. അപ്പൊ ഞാൻ എഫിഷ്യന്റ് അല്ല. മനസ്സിലായ? ഞാൻ കറക്റ്റ് അല്ല, ആവശ്യത്തിനുള്ളതല്ല യൂട്ടിലൈസ് ചെയ്തേക്കുന്നത്. എനിക്ക് ആവശ്യമില്ലാത്തത് ഞാൻ പിന്നെയും റേസ് ചെയ്തിട്ടുണ്ട് ഫണ്ട്. അപ്പൊ ഞാൻ എഫിഷ്യന്റ് അല്ല. എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ടൈമും, എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താ? കോസ്റ്റും. അപ്പൊ എന്നോട് 1000 പറഞ്ഞേക്കണേ, ഞാനൊരു 800 അല്ലെങ്കിൽ 1000 ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഞാൻ എഫിഷ്യന്റ് ആണ്. പക്ഷെ ഞാൻ 1000 ചെയ്തില്ല, 800 ചെയ്തില്ല, ഞാൻ നേരെ 1500 ചെയ്തു. അപ്പൊ എന്താ? ഞാൻ എഫിഷ്യന്റ് അല്ല. അതാണ് എഫിഷ്യൻസി. എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. എഫിഷ്യൻസി എന്താണെന്ന് മനസ്സിലായല്ലോ. എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടൈമും, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കോസ്റ്റും. ഭയങ്കര സിമ്പിൾ ആണ്. ഇനി മാനേജ്മെന്റ് ഇസ് ഇന്റർ റിലേറ്റഡ് ആൻഡ് കണ്ടിന്യൂസ്. മാനേജ്മെന്റ് ഒരിക്കലും നിൽക്കാൻ പോലുള്ള ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം പോകുന്നു അത്രയും അതിന്റെ കൂടെ തന്നെ മാനേജ്മെന്റ് നടക്കും. ഒരിക്കലും ഓർഗനൈസേഷനിലാണ്ട് മാനേജ്മെന്റ് നടക്കൂല, മാനേജ്മെന്റിലാണ്ട് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനും പറ്റൂല. ഇനി ഈ മാനേജ്മെന്റിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻസ് ആണ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്. ഇനി ഇതൊക്കെ എന്താണ്? ഇതൊന്നും നമുക്ക് ഇപ്പൊ പഠിക്കാനില്ല. പക്ഷെ നിങ്ങൾ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഓരോരോ ചാപ്റ്റർ ആയിട്ടാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, അങ്ങനെ ഓരോരോ ചാപ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ നമുക്കൊരു ബ്രീഫ് ആയിട്ട് മനസ്സിലാക്കാം. പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യണിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസൈഡ് ചെയ്യും, ഇങ്ങനെയാണ് എന്നൊക്കെ പ്ലാൻ ചെയ്യും. അതിനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഇസ് എ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഡിസൈഡ് ചെയ്യണതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതൊന്നും പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇനി ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കിപ്പോ ഒരു കാര്യം അച്ചീവ് ചെയ്യാനുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് കുറെ ടാസ്ക് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാനുണ്ടാവും. ആ വർക്കിനെ കുറച്ച് ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ടാസ്കും ഓരോരോ എംപ്ലോയീസ് അസൈൻ ചെയ്യാണ്. അതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാണ്. അതെല്ലാം അതാണ് ഓർഗനൈസിങ്. ഇനി സ്റ്റാഫിങ്. ഇപ്പൊ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇപ്പൊ എനിക്കൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഒരാളെ ഹയർ ചെയ്യണം. അപ്പൊ എനിക്കൊരു ഞാനിപ്പോ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡ്, ഇപ്പൊ സോഷ്യോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യണ ആളെയും കൊണ്ട് പവർ പോയിന്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എനിക്ക് വേണ്ട അത്രയും ഒരു പൊട്ടൻഷ്യൽ അയാൾക്ക് ഉണ്ടാവൂല. പക്ഷെ അത് തന്നെ ഞാൻ പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കണ ഒരാളെയും കൊണ്ടാണ് ഉണ്ടാക്കണമെങ്കില എനിക്ക് വേണ്ടതിനേക്കാളും കൂടുതലുള്ള എനിക്കിഷ്ടം. ഇപ്പൊ
നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാവും, എനിക്ക് വേണ്ടത് തരാൻ പറ്റും അയാൾക്ക്. അതാണ് കറക്റ്റ് ഒരു ജോലിക്ക് ആവശ്യമുള്ള ഒരാളെ കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യാനും അതിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ ഒപ്റ്റെയിൻ ചെയ്ത് അവരെ ഹയർ ചെയ്യണേനാണ് സ്റ്റാഫിംഗ് എന്ന് പറയണേ. ഒരു ജോലിക്ക് ആവശ്യമുള്ള ഒരാളെ കറക്റ്റ് ആ ജോലിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ച് അപ്പോയിന്റ് ചെയ്യണേനാണ് എന്ത് പറയുന്നത്, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഇനി ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഗൈഡിങ്, ലീഡിങ്, മോട്ടിവേറ്റിംഗ്. എംപ്ലോയീസിനെ നമ്മൾ എപ്പോഴും ഗൈഡ് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം, ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് ഡയറക്റ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി കൺട്രോളിങ് എന്താ വെച്ചാൽ നമ്മ ഒരു പ്ലാൻ ഉണ്ടാക്കി, ആ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ച് പക്ഷെ നമ്മ വേറൊരു വഴി ചെയ്യാണ്. നമുക്കിപ്പോ എങ്ങനെയാലും ഗോൾ അച്ചീവ് ചെയ്താൽ മതി. അപ്പൊ നമ്മ പ്ലാൻ ചെയ്ത പോലെ അല്ല ചെയ്യണേ, അപ്പൊ കൺട്രോളിങ് ഇല്ല. കൺട്രോളിങ് എന്ന് പറയുന്നത് എപ്പോഴാ നമ്മ പ്ലാൻ ചെയ്തതുപോലെ ആണോ ചെയ്യണേ, പ്ലാൻ ചെയ്തതുപോലെ ആണോ പോണേന്ന് അറിയാനായിട്ട് പ്ലാൻ ചെയ്തതും ഇതും കൂടി വെച്ച് കമ്പയർ ചെയ്യലാണ് എന്ത് കൺട്രോളിങ് എന്ന് പറയുന്നത്. നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും പ്ലാൻഡ് പെർഫോമൻസും, നമ്മൾ പ്ലാൻ ചെയ്ത പെർഫോമൻസും ആക്ച്വൽ നമ്മൾ ശരിക്കും ചെയ്യുന്ന പെർഫോമൻസും സെയിം ആണോ, അതിൽ വല്ല ഡീവിയേഷൻ ഉണ്ടോ എന്നെല്ലാം മെഷർ ചെയ്യുന്ന ആരാ, അതിനെയാണ് കൺട്രോളിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഇത്രയാണ് ഈ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഭയങ്കര ഈസിയാണ്, സിമ്പിൾ ആണ്. ഇത് ഇപ്പൊ പഠിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഓരോ ചാപ്റ്ററിലായിട്ട് പഠിക്കാനുള്ളതുള്ളൂ. ഞാൻ പിന്നെ ഒന്ന് മനസ്സിലാവട്ടെ എന്ന് വെച്ച് പറഞ്ഞാൽ. ഇനി അടുത്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. അപ്പം എന്താ നോക്കാം. മാനേജ്മെന്റ് ഇസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. ഞാൻ പറയില്ലേ, എല്ലാ ഓർഗനൈസേഷനും എക്സിസ്റ്റ് ചെയ്യാൻ ഒരു റീസൺ ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാനുണ്ടാവും. അത് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാ? മാനേജ്മെന്റ് ആണ്. An organization has a set of basic goals which are the basic reasons for its existence. ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യലാണ് എന്ത് ഇവരുടെ ബേസിക് റീസൺ ഫോർ ഇറ്റ്സ് എക്സിസ്റ്റൻസ്. These should be simple and clearly stated. Different organizations have different goals. പല ഓർഗനൈസേഷനും പല ഗോളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ദ ഗോൾ ഓഫ് എ റീറ്റെയിൽ സ്റ്റോർ മേ ബി ടു ഇൻക്രീസ് സെയിൽ. ഒരു റീറ്റെയിൽ സ്റ്റോറിന് അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിരിക്കും. ബട്ട് ദ ഗോൾ ഓഫ് ദ സ്പാസ്റ്റിക് സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇസ് ടു ഇമ്പാർട്ട് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. നമ്മുടെ സൊസൈറ്റിയുടെ ഗോൾ എന്തായിരിക്കും? നമ്മുടെ സൊസൈറ്റിയുടെ ഗോൾ എന്താ? ഇമ്പാർട്ട് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. സ്പെഷ്യൽ നീഡ്സ് ഉള്ള ചിൽഡ്രന് എന്താ എഡ്യൂക്കേഷൻ കൊടുക്കല്, അതൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയുടെ എന്ന് വെച്ചാൽ എന്താ സോഷ്യൽ വെൽഫെയർ. അതാണ് സൊസൈറ്റിയുടെ ഗോള്. പക്ഷെ അത് തന്നെയാണോ നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോള്? അല്ല. ഓർഗനൈസേഷന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് സെയിൽ. അല്ലെങ്കിൽ ഇപ്പൊ റീറ്റെയിൽ സ്റ്റോർ ആണ്, ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു റീറ്റെയിൽ സ്റ്റോർ ആണെങ്കിൽ ഇൻക്രീസ് സെയിൽ ആണ് അവരുടെ ബേസിക് മോട്ടീവ്. ഈ മാനേജ്മെന്റ് ഇവിടെ ഉള്ള റോൾ എന്താ വെച്ചാൽ മാനേജ്മെന്റ് യുണൈറ്റ്സ് ദ എഫേർട്സ് ഓഫ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഇൻ ഓർഗനൈസേഷൻ ടുവേർഡ്സ് അച്ചീവിംഗ് ദീസ് ഗോൾസ്. ഈ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടി പല ഇൻഡിവിജ്വൽസ് ഉണ്ടാവും ഓർഗനൈസേഷനിൽ. ഈ ഇൻഡിവിജ്വൽസിന്റെ ഒക്കെ എഫേർട്സിനെ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യലാണ് എന്ത് മാനേജ്മെന്റ് ചെയ്യണേ. മാനേജ്മെന്റ് യുണൈറ്റ്സ് ദ എഫേർട്സ് ഓഫ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഇൻ ഓർഗനൈസേഷൻ ടുവേർഡ്സ് അച്ചീവിംഗ് ദീസ് ഗോൾസ്. അത് സിമ്പിൾ അല്ലേ? ഭയങ്കര ഈസിയാണ്. ഇനി അടുത്തത് മാനേജ്മെന്റ് ഇസ് ഓൾ പെർവസീവ്. മാനേജ്മെന്റ് ഓൾ പെർവസീവ്. എന്താണ് പെർവസീവ്? പെർവസീവ് എന്ന് വെച്ചാൽ സെയിം ആക്ടിവിറ്റി. ഇപ്പൊ ഏത് ഓർഗനൈസേഷൻ ആയാലും സെയിം ആക്ടിവിറ്റി ആണ് നടക്കാൻ പോണേ. ദ ആക്ടിവിറ്റി ഇൻവോൾവ് ഇൻ മാനേജിങ് എന്റർപ്രൈസ് ആർ കോമൺ ടു ഓൾ ഓർഗനൈസേഷൻ വെദർ എക്കണോമിക്. അപ്പൊ ഒരു ഓർഗനൈസേഷൻ മാനേജ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എല്ലാം എല്ലാ ഓർഗനൈസേഷനും സെയിം ആയിരിക്കും. ഇപ്പൊ സോഷ്യൽ ഓർഗനൈസേഷൻ ആയാലും ഇക്കണോമിക് ആയാലും പൊളിറ്റിക്കൽ ആയാലും അത് മാനേജ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എല്ലാം സെയിം ആയിരിക്കും. എ പെട്രോൾ പമ്പ് നീഡ് ടു ബി മാനേജ്ഡ് ആസ് മച്ച് ആസ് എ ഹോസ്പിറ്റൽ ഓർ എ സ്കൂൾ. വാട്ട് മാനേജേഴ്സ് ഡു ഇൻ ഇന്ത്യ, USA, ജർമ്മനി ഇസ് ദ സെയിം. ഈ പല സ്ഥലങ്ങളിലുള്ള മാനേജേഴ്സ് ചെയ്യുന്നതൊക്കെ സെയിം ആയിരിക്കും. പക്ഷെ അവരത് ചെയ്യുന്ന രീതി, how they do it may be quite different. This difference is due to difference in culture, tradition and history. ഈ കൾച്ചറിലും ട്രഡീഷനിലും ഹിസ്റ്ററിയിലും ഉള്ള എല്ലാം ഡിഫറൻസ് എല്ലാം കാരണമാണ് ഈ ഒരു ഡിഫറൻസ് ഉള്ളത്. ബാക്കി അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം സെയിം ആണ്. മാനേജ്മെന്റ് ഇസ് മൾട്ടി ഡൈമെൻഷണൽ. മാനേജ്മെന്റിൽ കുറച്ച് ഡൈമെൻഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ 3 ഡൈമെൻഷൻസ് ആണ് ഉള്ളത്. മാനേജ്മെന്റ് ഓഫ് വർക്ക്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ. ഈ 3 എണ്ണമാണ് ഈ മാനേജ്മെന്റ് ഇസ് മൾട്ടി ഡൈമെൻഷണലിലുള്ളത്. അപ്പൊ എന്താന്ന് നോക്കാം. മാനേജ്മെന്റ് ഓഫ് വർക്ക്. All organization exists for the performance of some work. In a factory, a product is manufactured. In a garment store, customers' need is satisfied. And in a hospital, a patient is treated. അപ്പൊ മാനേജ്മെന്റ് ഓഫ് വർക്ക്, എല്ലാ ഓർഗനൈസേഷനും ഓരോരോ ഗോൾസ് അച്ചീവ് ചെയ്യാനാണ് ഇരിക്കണേ. അപ്പൊ ഈ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ച് വർക്ക് ചെയ്യണ്ടേ? ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ
എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്താൽ അച്ചീവ് ആവുള്ളൂ. അപ്പൊ ഓൾ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ഫോർ ദ പെർഫോമൻസ് ഓഫ് സം വർക്ക്. ഇനി ഇതിൽ മാനേജ്മെന്റ് ഡ്യൂട്ടി എന്താ വെച്ചാൽ മാനേജ്മെന്റ് ട്രാൻസ്ലേറ്റ്സ് ദിസ് വർക്ക് ഇൻ ടേംസ് ഓഫ് ഗോൾസ് ടു ബി അച്ചീവ്ഡ് ആൻഡ് അസൈൻസ് ദ മീൻസ് ടു അച്ചീവ്. ഈ ചെയ്യണ വർക്കെല്ലാം ഗോൾസ് അച്ചീവ് ചെയ്യേണ്ട രീതിയിലും പിന്നെ translates this work in terms of goal to be achieved and assigns the means to achieve it. ഇത് ചെയ്യാനുള്ള മീൻസ് എല്ലാം അസൈൻ ചെയ്ത് കൊടുക്കും. അതാണ് മാനേജ്മെന്റ് ചെയ്യണേ. അടുത്തതാണ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാന്നെ? വർക്ക് ചെയ്യാനുള്ള ആൾക്കാരെ മാനേജ് ചെയ്ത് അത്ര തന്നെ. ഹ്യൂമൻ റിസോഴ്സ് ആർ പീപ്പിൾ ആർ ആൻഡ് ഓർഗനൈസേഷൻസ് ഗ്രേറ്റസ്റ്റ് അസറ്റ്. ഒരു ഓർഗനൈസേഷന്റെ ഗ്രേറ്റസ്റ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ മെഷീൻസോ അതൊന്നും ആയിരിക്കൂല. അത് അവിടുത്തെ പീപ്പിൾ, അത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആയിരിക്കും അവിടുത്തെ ഗ്രേറ്റസ്റ്റ് അസറ്റ്. ഡിസ്പൈറ്റ് ഓൾ ഡെവലപ്മെന്റ്സ് ഇൻ ടെക്നോളജി, എത്ര ഡെവലപ്മെന്റ് ടെക്നോളജിയിൽ എത്ര ഡെവലപ്മെന്റ് ഉണ്ടെങ്കിലും ഗെറ്റിംഗ് വർക്ക് ഡൺ ത്രൂ പീപ്പിൾ ഇസ് സ്റ്റിൽ എ മേജർ ടാസ്ക് ഫോർ ദ മാനേജേഴ്സ്. മാനേജിങ് പീപ്പിൾ ഹാസ് 2 dimensions. എത്ര ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടെങ്കിലും ഗെറ്റിംഗ് വർക്ക് ഡൺ ത്രൂ പീപ്പിൾ, ആൾക്കാരിൽ കൂടെ അവരുടെ എംപ്ലോയീസിൽ കൂടെ വർക്ക് ചെയ്യലാണ് എന്താ മാനേജേഴ്സ് സ്റ്റിൽ എ മേജർ ടാസ്ക് ഫോർ മാനേജർ. ഒരു മാനേജറുടെ ഒരു മേജർ ടാസ്ക്. മാനേജിങ് പീപ്പിൾ ഹാസ് 2 dimensions. ഇനി ഇതിൽ തന്നെ ആൾക്കാരെ മാനേജ് ചെയ്യുമ്പോൾ അല്ല എംപ്ലോയീസിനെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ മാനേജ് ചെയ്യുമ്പോൾ 2 dimensions ഉണ്ട്. മാനേജിങ് പീപ്പിൾ ഹാസ് 2 dimensions. നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ പീപ്പിളിനെ 2 dimensions കൂടെ മാനേജ് ചെയ്യാം. It implies dealing with employees as individuals with diverse need and behavior. Employees ഒരു individual with diverse behavior and needs ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഡീൽ ചെയ്യാം. പിന്നെ it also means dealing with individuals as a group of people. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ടും അവരോട് ഡീൽ ചെയ്യാം. The task of management is to make people work towards achieving the organization goal by making their strength effective and their weakness irrelevant. അപ്പൊ ഒരു മാനേജ്മെന്റ് ടാസ്ക് എന്താ? ഈ ഉള്ള എല്ലാ എംപ്ലോയീസിനെയും വർക്ക് ചെയ്യിപ്പിക്കല് ടുവേർഡ്സ് അച്ചീവിംഗ് ദ ഓർഗനൈസേഷൻസ് ഗോൾ ബൈ മേക്കിംഗ് ദെയർ സ്ട്രെങ്ത് എഫക്റ്റീവ്. അവരുടെ സ്ട്രെങ്ത് എഫക്റ്റീവ് ആക്കിയും അവരുടെ വീക്ക്നെസ് ഇറലവൻറ്റും ആക്കി അവരെ കൊണ്ട് ഓർഗനൈസേഷൻ ഗോളിൽ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് മാനേജ്മെന്റ് ചെയ്യുന്നത്. ഇനി അടുത്താണ് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. No matter what the organization, it has some basic product or service to provide in order to survive. എന്ത് ഓർഗനൈസേഷൻ ആയാലും സോഷ്യൽ ആയാലും പൊളിറ്റിക്കൽ ആയാലും എക്കണോമിക് ആയാലും ഇവർക്ക് എല്ലാവർക്കും ചെയ്യാൻ ഒരു ഡ്യൂട്ടി ഉണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. This requires a production process. അപ്പൊ ഇതിനൊരു പ്രൊഡക്ഷൻ പ്രോസസ് വേണം which entails the flow of input material and the technology for transforming this input into desired output for consumption. അപ്പൊ ഇതിനൊരു പ്രൊഡക്ഷൻ പ്രോസസ് വേണം. എന്താ which entails the flow of input material ഉള്ളതും and the technology for transforming ഈ ഇൻപുട്ട് മെറ്റീരിയലിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ടുള്ള ടെക്നോളജി into desired output for consumption. നമുക്ക് കൺസംഷൻ ആവശ്യമുള്ള കാര്യം ആക്കി മാറ്റാനായിട്ട് എന്താ ഇൻപുട്ട് മാറ്റാനുള്ള ടെക്നോളജിയും വേണം. പിന്നെന്താ ദിസ് ഇസ് ഇന്റർലിങ്ക്ഡ് വിത്ത് ബോത്ത് ദ മാനേജ്മെന്റ് ഓഫ് വർക്ക് ആൻഡ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. ഈ ഒരു ഫംഗ്ഷൻ എന്താ മാനേജ്മെന്റ് ഓഫ് പീപ്പിളും മാനേജ്മെന്റ് ഓഫ് വർക്ക് ആയിട്ടും ഇന്റർ റിലേറ്റഡ് ആണ്. അതാണ് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. ഇനി അടുത്താണ് മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുമ്പോൾ ആ ഒരു സെന്റൻസ് തന്നെ നമുക്ക് മനസ്സിലാവും ഒരിക്കലും നിൽക്കണല്ല, എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. The process of management is a series of continuous composite but separate functions. സീരിയസ് ഈ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയ ഒരു പ്രോസസ് ആണ്. അത് കണ്ടിന്യൂസ് കോമ്പോസിറ്റ് ബട്ട് സെപ്പറേറ്റ്. കണ്ടിന്യൂസ് ആണ്, കോമ്പോസിറ്റ് ആണ്, പക്ഷെ സെപ്പറേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഫീച്ചേഴ്സ് ഇവിടെയുള്ള ഫംഗ്ഷൻ എന്താ? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, സ്റ്റാഫിങ് ആൻഡ് കൺട്രോളിങ്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, സിമ്പിൾ. അപ്പൊ these functions are simultaneously performed by all the managers all the time. ഈ ഒരു ഫംഗ്ഷൻസ് ഏതൊക്കെ ഫംഗ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാനിങ്, ഓർഗനൈസിങ്, അതെല്ലാം എല്ലാ മാനേജേഴ്സും കണ്ടിന്യൂസ്ലി പെർഫോം ചെയ്യുന്നതാണ് എന്ത് ഈ ഫംഗ്ഷൻസ്. ദീസ് ഫംഗ്ഷൻസ് ആർ സൈമൾട്ടേനിയസ്ലി പെർഫോം ബൈ ഓൾ മാനേജേഴ്സ് ഓൾ ദ ടൈം. അതാണ് മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെന്റ് ഇസ് കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് കണ്ടിന്യൂസ് കോമ്പോസിറ്റ് ബട്ട് സെപ്പറേറ്റ് ഫംഗ്ഷൻ ആണ്. The functions are simultaneously performed by all managers all the time. ഭയങ്കര ഈസി. ഇനി മാനേജ്മെന്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താ അവിടെ മനസ്സിലാന്നെ? ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ തന്നെ കുറെ ആൾക്കാർ കൂടി നിൽക്കണ്, അങ്ങനെയല്ല ഒരു ഗ്രൂപ്പ് എന്ന് പറയണേ. An organization is a collection of diverse individuals with diverse needs. ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ കുറെ ഡൈവേഴ്സ് ഇൻഡിവിജ്വൽസ് വിത്ത് ഡൈവേഴ്സ് നീഡ്സ്. ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോരോ കാരണങ്ങളുണ്ടാവും. ചിലവർക്ക് അവർക്കുള്ള ഡെപ്റ്റ് തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചിലവർക്ക് എന്താ അവർക്ക് ഇൻകം ഉണ്ടാക്കി സേവിങ്സ് ഒക്കെ ഉണ്ടാക്കാനായിരിക്കും ചിലവർക്ക്. പക്ഷെ ചിലവർക്ക് എന്താ
അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ടൊക്കെ ആയിരിക്കും പലവരുടെ. അപ്പൊ പലവർക്കും ഡൈവേഴ്സ് ഇൻഡിവിജ്വൽസ് ഹാവ് ഡൈവേഴ്സ് നീഡ്സ്. പലർക്കും പല നീഡ്സ് ആയിരിക്കും. Every member of the organization has a different purpose for joining the organization. But as a member of the organization, they work towards fulfilling the common organizational goals. പക്ഷെ ഒരു ഓർഗനൈസേഷന്റെ മെമ്പർ ആയിട്ട് അവരെന്താണ്, ഒരു ഓർഗനൈസേഷന്റെ കോമൺ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. കോമൺ ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യലാണ് ഇവർ ചെയ്യുന്നത്. This requires teamwork and coordination of individual effort in a common direction. അപ്പൊ ഇതിനെന്താ വേണ്ടേ? ടീം വർക്കും വേണം, കോർഡിനേഷൻ വേണം ഓഫ് ഇൻഡിവിജ്വൽ എഫേർട്സ് ഇൻ എ കോമൺ ഡയറക്ഷൻ. ഒരു കോമൺ ഡയറക്ഷനിലേക്ക് ഇവരുടെ ടീം വർക്കിനെയും എഫേർട്ടിനെയും ഡയറക്റ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം മാനേജ്മെന്റ് ഷുഡ് എനേബിൾ ഓൾ ഇറ്റ്സ് മെമ്പേഴ്സ് ടു ഗ്രോ ആൻഡ് ഡെവലപ്പ് ആസ് നീഡ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ചേഞ്ച്. ഈ ഒരു സമയത്ത് മാനേജ്മെന്റ് എന്താ ചെയ്യണ്ടേ? ഇവരെല്ലാവരും ഗ്രോയും ഡെവലപ്പും ചെയ്യാനൊക്കെ ഹെൽപ്പും ചെയ്യണം. അതാണ് മാനേജ്മെന്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഓർക്കണ്ടേ? കുറെ ആൾക്കാരെ. അപ്പൊ കുറെ ആൾക്കാർക്ക് പല പല റീസൺസ് ഉണ്ടാവും ജോയിൻ ചെയ്യാനായിട്ട്. പക്ഷെ പല പല റീസൺസ് ഉണ്ടെങ്കിലും ഒരു ഓർഗനൈസേഷൻ മെമ്പർ ആയിട്ട് അവരെന്താ ചെയ്യണ്ടേ? ആ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. സിമ്പിൾ അല്ലേ? ഭയങ്കര ഈസി. പിന്നെ അതിന്റെ കൂടെ തന്നെ എന്താ, മാനേജ്മെന്റും ഇവരുടെ ഇൻഡിവിജ്വൽ പേഴ്സണൽ ഗോൾസ് അച്ചീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യണം. സിമ്പിൾ. മാനേജ്മെന്റ് ഇസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. ഡൈനാമിക് എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ മനസ്സിൽ തന്നെ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഒരിക്കലും നിൽക്കണില്ല. ചേഞ്ചിങ്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ മാനേജ്മെന്റ് ഇസ് എ ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മാനേജ്മെന്റ് ഇസ് എ ഡൈനാമിക് ഫംഗ്ഷൻ ആൻഡ് ഹാസ് ടു അഡാപ്റ്റ് ഇറ്റ്സെൽഫ് ടു ദ ചേഞ്ചിങ് എൻവയൺമെന്റ്. എൻവയൺമെന്റ് ചേഞ്ച് ചെയ്യാനനുസരിച്ച് മാനേജ്മെന്റ് എന്താ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം. An organization interacts with its external environment, which consists of various social, economic and political factors. ഒരു ഓർഗനൈസേഷൻ എന്താ എക്സ്റ്റേണൽ എൻവയൺമെന്റ് ആയിട്ട് എപ്പോഴും ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കും. എക്സ്റ്റേണൽ എൻവയൺമെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവും, എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ടാവും, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെ പല പല ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പം in order to be successful, an organization must change itself and its goal according to the needs of our environment. അപ്പൊ ഈ ഒരു അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ആ എൻവയൺമെന്റ് ചേഞ്ച് ചെയ്യണനുസരിച്ച് അവരും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായോ? ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. മെക്ഡൊണാൾഡ്സ് എല്ലാവർക്കും അറിയാം, ഫാസ്റ്റ് ഫുഡ് ചെയിൻ ആണ്. അപ്പൊ ഫാസ്റ്റ് ഫുഡ് ചെയിൻ മെയ്ഡ് മേജർ ചേഞ്ചസ് ഇൻ ഇറ്റ്സ് മെനു ടു ബി ഏബിൾ ടു സർവൈവ് ഇൻ ദി ഇന്ത്യൻ മാർക്കറ്റ്. അവരുടെ മെനു തന്നെ അവരെന്താ കുറെ ചേഞ്ചസ് ഉണ്ടെന്ന്. നമ്മുടെ ഇന്ത്യൻസ് അവരുടെ ഫുഡ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി അവരുടെ മെനുവിൽ കുറെ ചേഞ്ചസ് ഉണ്ടെന്ന്. ഇപ്പൊ ഇവിടുത്തെ മെക്ഡൊണാൾഡ്സിൽ പോകുമ്പോൾ കിട്ടുന്ന സാധനങ്ങളായിരിക്കൂല അവരുടെ ഫോറിൻ കൺട്രീസിലുള്ള അല്ലെങ്കിൽ അവരുടെ ഒറിജിനൽ സ്ഥലത്തുള്ള കൺട്രീസിൽ കിട്ടുന്നതൊന്നും ഇവിടെ ഉള്ളതായിരിക്കൂല. നല്ല ഡിഫറൻസ് കാണും. കാരണം എന്താ? മാനേജ്മെന്റ് ഇസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. എൻവയൺമെന്റ് ചേഞ്ച് ചെയ്യാനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ അവർക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഇപ്പൊ മെക്ഡൊണാൾഡ്സ് എക്സാമ്പിൾ ആയിട്ട് എടുക്കും. മെക്ഡൊണാൾഡ്സ് ഇപ്പൊ അവരുടെ ഐഡിയ ഇങ്ങനെയാണ്, അവരുടെ സംഭവം ഇതാണ്, ഞാൻ മാറൂല, ഞാൻ ഒന്നിനോടും ചേഞ്ച് ചെയ്യൂല, ഞാൻ എന്റെ കാര്യം പിടിച്ചോണ്ട് നിൽക്കും. അങ്ങനെ പറഞ്ഞ് അവർ ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യയിലെ കസ്റ്റമേഴ്സിന്റെ നീഡ് വേറെയും അവരുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് വേറെ ആണെങ്കിൽ അവർക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്താ മനസ്സിലായി? സർവൈവ് ചെയ്യാനായിട്ട് ഒരു ഓർഗനൈസേഷൻ എപ്പോഴും എൻവയൺമെന്റ് അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതാണ് മെക്ഡൊണാൾഡ്സ് കാണിച്ചത്. മെക്ഡൊണാൾഡ്സിന്റെ മെനുവില് അവരുടെ ഒറിജിനൽ കൺട്രിയിലുള്ളതും ഇന്ത്യയിലുള്ളതും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ മാനേജ്മെന്റ് ഇസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. ഭയങ്കര ഈസി അല്ലേ? മനസ്സിലായില്ലേ? ഇനി മാനേജ്മെന്റ് ഇസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് കാണാൻ പറ്റൂല അല്ലെങ്കിൽ തൊടാൻ പറ്റൂല. അതിനാണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റ് ഇസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? മാനേജ്മെന്റ് ഇസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ദാറ്റ് കനോട്ട് ബി സീൻ ബട്ട് ഇറ്റ്സ് പ്രസൻസ് ക്യാൻ ബി ഫെൽറ്റ് ഇൻ ദ വേ ദ ഓർഗനൈസേഷൻ ഫങ്ഷൻസ്. ഒരു ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യണ ആ ഒരു വേയിലൂടെ നമുക്ക് അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഒരിക്കലും മാനേജ്മെന്റിനെ കാണാൻ പറ്റൂല. The effect of a management is noticeable in an organization where targets are met according to plans, employees are happy and satisfied, and there is orderliness instead of chaos. ഒരു എഫക്റ്റീവ് മാനേജ്മെന്റ് നമുക്ക് എവിടെ കാണാൻ പറ്റും? എംപ്ലോയീസ് ഹാപ്പിയാണ്, പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളൊക്കെ പോണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു എഫക്റ്റീവ് മാനേജ്മെന്റ് ആണ് നടക്കണേ. ഓക്കെ, നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഗോൾസ്, എന്തൊക്കെ അച്ചീവ് വേണ്ടതെന്ന് കുറച്ച് ഗോൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ 3 ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്: ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, മാനേജ്മെന്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ സെറ്റിംഗ്. എല്ലാ ഓർഗനൈസേഷനും ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഈ മാനേജ്മെന്റ് ആണ് ഈ ഓരോ
ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതും അത് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെല്ലാം ആരാ? മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ സെറ്റിംഗ് ആൻഡ് അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദ ഓർഗനൈസേഷൻ. ഇറ്റ് ഹാസ് ടു അച്ചീവ് എ വെറൈറ്റി ഓഫ് ഒബ്ജക്ട്സ് ഇൻ ഓൾ ഏരിയാസ് കൺസിഡറിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് ഷെയർ ഹോൾഡർ. അപ്പൊ മാനേജ്മെന്റ് പല പല ഏരിയാസിലും ഗോൾസ് അച്ചീവ് ചെയ്യാനുണ്ട്. കുറച്ച് പേരുടെ ഇൻട്രസ്റ്റ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണം, അവരുടെ ഇൻട്രസ്റ്റ് ഫുൾഫിൽ ചെയ്യണം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാ? എംപ്ലോയീസ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, ഇവരെല്ലാം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരുമാണ് എന്ത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇവരെല്ലാവരുടെയും ഇൻട്രസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ട് വേണം ഓർഗനൈസേഷൻ എന്ത്? ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ. The main objective of any organization should be to utilize human and material resources to the maximum possible advantage. ഇതിനെയാണ് എന്ത് പറയണേ? To fulfill the economic objectives of a business. ഇനി ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഉണ്ട്: സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. ഈ സർവൈവൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്ത്? ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് പിന്നെന്താ, ആ കോമ്പറ്റീറ്റേഴ്സ്, നമുക്ക് എന്തായാലും ഇപ്പൊ എന്ത് ഷൂ കമ്പനി ആയാലും എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആയാലും എന്ത് ലോഞ്ച് ചെയ്താലും അവിടെ ഒരു കോമ്പറ്റീറ്റർ ഉണ്ടാവും. ഈ ഒരു കോമ്പറ്റീറ്ററിന്റെ ഒക്കെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റണം. പിടിച്ചിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇടണ കോസ്റ്റിനുള്ള റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യണം. നമ്മുടെ കോസ്റ്റും റവന്യൂവും സെയിം ആയിരിക്കണം. അപ്പൊ പിന്നെ നമുക്ക് എന്താ, അതിനാണ് സർവൈവൽ എന്ന് പറയുന്നത്. നമ്മളുടെ കോസ്റ്റും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതും സെയിം ആണെങ്കിൽ, ഇപ്പൊ ഞാനൊരു 1000 rupees ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഈ വീഡിയോ നിന്ന് ഒരു 1000 എങ്കിലും കിട്ടണം. എന്നാലാണ് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. സർവൈവ് ചെയ്താൽ മാത്രം മതിയോ? പോരാ. സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഇപ്പൊ ഞാൻ 1000 ഇട്ട് 1000 എനിക്ക് കിട്ടി, ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ എനിക്കൊരു പ്രോഫിറ്റും ഇല്ല, എനിക്കൊരു മോട്ടിവേഷനും കിട്ടാൻ പോകണില്ല. അപ്പൊ ഞാനത് പയ്യെ നിർത്തും. അപ്പൊ അതുകൊണ്ട് എന്താ വേണം? നമുക്ക് പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ കോസ്റ്റിനേക്കാളും റവന്യൂ കൂടുതലാവുമ്പോൾ അതിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോഫിറ്റ് ഒരു ഇൻസെന്റീവ് ആണ്, നമുക്കൊരു മോട്ടിവേഷൻ തരും. ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ തരുന്നതാണ് പ്രോഫിറ്റ്. അതാണ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി പ്രോഫിറ്റ് കഴിഞ്ഞ്, ഇപ്പൊ സർവൈവൽ കഴിഞ്ഞ് പ്രോഫിറ്റ് കഴിഞ്ഞ് ഇനി ഗ്രോത്ത് എന്ന് പറയുമ്പോ എന്തായിരിക്കും ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഗ്രോ ചെയ്യാന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? അവിടുത്തെ എംപ്ലോയീസിന്റെ നമ്പർ കൂടല്, അവിടുത്തെ സെയിൽസ് കൂടല്, അവിടുത്തെ വാല്യൂ കൂടല്, അതൊക്കെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി ജസ്റ്റ് ബ്രീഫ് ആയിട്ട് നോക്കാം. അപ്പൊ സർവൈവൽ, the basic objective of any business is survival. Management must strive to ensure the survival of the organization. In order to survive, an organization must earn enough revenue to cover cost. ഇത്രയും പഠിച്ചാൽ മതി സർവൈവൽ. ഇപ്പം ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് സെയിം സംഭവം, സിമ്പിൾ അല്ലേ? ഇൻക്രീസ് ചെയ്യണം. ഇനി പ്രോഫിറ്റ്, mere profit is not enough for business. Management has to ensure that organization makes a profit. ഇപ്പോൾ സർവൈവൽ മറ്റേ കോസ്റ്റ് കവർ ചെയ്യാനുള്ള റവന്യൂ മാത്രം കിട്ടിയാൽ മാത്രം പോരാ, നമുക്ക് പ്രോഫിറ്റും വേണം. പ്രോഫിറ്റ് പ്രൊവൈഡ്സ് എ വൈറ്റൽ ഇൻസെൻറ്റീവ് ഫോർ ദ കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ഓഫ് ദ എൻ്റർപ്രൈസ്. പ്രോഫിറ്റ് ഇസ് എസെൻഷ്യൽ. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഈ ഒരു പോയിന്റ്, പ്രോഫിറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ കവറിങ് കോസ്റ്റ് ആൻഡ് റിസ്ക്. ഇപ്പം ഞാൻ ഒരു ക്ലൈമറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് തന്നെ. അപ്പോൾ എനിക്ക് ഒരു സീസണിൽ കുറേ സെയിൽസ് നടക്കും, പക്ഷെ അടുത്ത സീസണിൽ ഒട്ടും സെയിൽസ് നടക്കൂല. അപ്പോൾ എനിക്ക് എന്താ ചെയ്യണ്ടേ? ഞാൻ എന്ത് ചെയ്യണ്ടേ? ഞാൻ ഈ നമ്മുടെ സെയിൽസ് നടക്കുന്ന സീസണിൽ തന്നെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ പിന്നെ നമുക്ക് എന്താ, അടുത്ത സീസണിൽ ഇപ്പോൾ സെയിൽസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമുക്കുള്ള റിസ്ക് എല്ലാം കവർ ചെയ്യാൻ ഈ പ്രോഫിറ്റ് ഹെൽപ്പ് ചെയ്യും. പിന്നെ സഡൻലി നമ്മളൊരു പ്രോബ്ലം ഫേസ് ചെയ്തു. സഡൻലി ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെഷീനറി കംപ്ലൈൻറ്റ്, ആ മെഷീൻ നല്ല കോസ്റ്റോ നല്ല പ്രൈസിൻ്റെ ആണെങ്കിൽ എനിക്ക് വേറെ മെഷീനറി വാങ്ങിക്കണം. അപ്പോൾ ഈ ഒരു റിസ്ക് വരുന്നതൊക്കെ കവർ ചെയ്യാനായിട്ട് എന്താ, റവന്യൂ വേണം. റവന്യൂ കൂടുതലാണെങ്കിൽ എന്താ, പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ എന്താ, എനിക്ക് അടുത്ത മെഷീനറി പെട്ടെന്ന് തന്നെ വാങ്ങിക്കാം, എന്നെ അഫക്റ്റ് ചെയ്യൂല, അധികം ക്യാഷ് എൻ്റെ കയ്യിൽ നിന്ന് പോകില്ല, കാരണം എനിക്ക് പ്രോഫിറ്റ്, നമുക്ക് വന്ന റവന്യൂ കൂടുതലാണ്. അപ്പോൾ പ്രോഫിറ്റ് എന്താ, റിസ്ക് കവർ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഭയങ്കര ഈസി സംഭവം, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി അടുത്താണ് ഗ്രോത്ത്. ഞാൻ പറഞ്ഞില്ലേ, എ ബേസിക് നീഡ് ടു ആഡ് ടു ഇറ്റ്സ് പ്രോസ്പെക്ട് ഇൻ ദ long run. For this, it is important for the business to grow. Long run business എന്ത് ചെയ്യണം? ഗ്രോ ചെയ്യണം. To remain in the industry, management must exploit fully the growth potential of the organization. Growth of business can be measured in terms of സെയിൽസ് വോളിയം. ഞാൻ നേരത്തെ പറഞ്ഞ സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നതും, പിന്നെ നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടുന്നതും, പിന്നെ എന്താ, നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഒരു കമ്പനി ഗ്രോ ചെയ്യാണ്.
അടുത്താണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഈ ഒരു നെയിം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി ചെയ്യുന്നത് തന്നെയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്.